കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCA ന്യൂ സിലബസിൽ കവർ ചെയ്യുന്ന സെക്കൻഡ് സെമ്മിൽ വരുന്ന MCS 201 പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് പൈത്തൺ എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ലേൺവൈസ് ഇതിന് മുന്നേ ഒരു 4 സെഷനോളം സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 5 സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ലാസ്റ്റിൽ നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറൂടെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ആൻസർ മാർക്കിംഗ് സ്കീമും ആൻസർ ഗൈഡ് ബുക്ക് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് അറിയാം MCS 201 പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് പൈത്തൺ. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഇൻ C അതിൻ്റെ ബേസിക്സും കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സും അതുപോലെ തന്നെ പൈത്തൻ്റെ ബേസിക്സും കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയാസും ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ബ്ലോക്ക് വൈസ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അതിൽ സിയുടെ ഫണ്ടമെന്റൽസ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഡേറ്റ ടൈപ്സ്, കൺട്രോൾ ഫ്ലോ, അറേ, സ്ട്രിങ്, ഫങ്ഷൻ, സ്ട്രക്ചേഴ്സ്, പോയിന്റേഴ്സ്, ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ ആയിരിക്കും. പൈത്തണിൻ്റെ നമ്മൾ ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആൻഡ് ഡേറ്റ ആക്സസ് കാര്യങ്ങളായിരിക്കും കവർ ചെയ്തത് അല്ലേ. ഇനി നമ്മൾ അത് കൂടാതെ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ബേസിസിൽ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ്, ഏതൊക്കെ ഏരിയന്ന് എത്രമാത്രം മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. റെക്കറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിവ്യൂ, അതായത് ഫോർ എക്സാമ്പിൾ ഫ്ലോ ചാർട്ട് വേഴ്സസ് അൽഗോരിതം, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, ജനറേറ്റേഴ്സ്, ഐട്രേറ്റേഴ്സ്, ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, അതായത് ഏതൊക്കെ ഏരിയ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, അതിൻ്റെ ഒരു പ്രോബബിലിറ്റിയും പ്രഡിക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 നമുക്കറിയാം. നമ്മളിനി സിലബസ് മാപ്പിംഗ് ആണ് നോക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു C, അത് 4 യൂണിറ്റ് അവിടെ വരുന്നത്. അതിൽ നമുക്ക് കീ ടോപ്പിക്സ് ആണ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, ലൂപ്പ്, അറേ ആൻഡ് സ്ട്രിങ്സ്. പാസ് പേപ്പേഴ്സിൽ ഒരു 42 ക്വസ്റ്റ്യൻസോളം ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ബ്ലോക്ക് 2ൽ ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഇൻ C. ബ്ലോക്ക് 2 അത് യൂണിറ്റ് 5 to 8 ആണ് കവർ ചെയ്യുന്ന കീ ടോപ്പിക്സ് ആണ് ഫങ്ഷൻസ്, റെക്കറൻസ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻ, പോയിന്റേഴ്സ്, ഫയൽ ഹാൻഡ്ലിംഗ്. ഈ ഏരിയ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഏരിയയിൽ വരുന്ന ഫങ്ഷൻസ്. ഈ ഏരിയ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം. പിന്നെ അതിൻ്റെ ഒരു അപ്പിയറൻസ് ലെവൽ 58 ടൈംസ്, ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3 ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ പ്രോഗ്രാമിംഗ്, യൂണിറ്റ് 9 to 12 ആണ്. അതിൽ പൈത്തൻ്റെ ബേസിക്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, മൊഡ്യൂൾസ്, പാക്കേജ്, ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 646 ടൈംസോളം ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇൻ പൈത്തൺ, യൂണിറ്റ് 13 to 16, ഊപ്സ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, എറർ ഹാൻഡ്ലിംഗ്, ഡെക്കറേറ്റേഴ്സ്, ഐട്രേറ്റേഴ്സ്, ഡേറ്റാബേസ് കണക്ടിവിറ്റി, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. 37 ടൈംസോളം ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അപ്പിയറൻസ് വരുന്നതാണ്. മീഡിയം റെലവൻസ് എന്ന് പറയുന്നത്
5 to 9 അപ്പിയറൻസ്, ലോ റെലവൻസിൽ വരുന്നതാണ് ലെസ് ദാൻ 5 അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി അല്ലേ, അതിൽ നമുക്ക് ഒരു ഒരു 40 അല്ലെങ്കിൽ അതിന് എബോ മാർക്ക് പെർസെൻറ്റേജിൽ വന്നിട്ടുണ്ട്. ഏരിയയും 60% ഏരിയസ് കവർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് 2. അതിൽ ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഇൻ സി, ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് 3 ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ, ദെൻ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി, ദെൻ ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ ഫീച്ചേഴ്സ്. അപ്പം ഫ്രീക്വൻസിയുടെ ബേസിസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 17 എന്ന് പറയും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് ഡാർക്ക് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് 2 ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സി, ആ ഒരു ഏരിയ നമുക്ക് മിക്ക സെഷനിലെ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഫങ്ഷൻസ്, സി ആൻഡ് പൈത്തൺ ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അത്. പിന്നെ ഐട്രേറ്റേഴ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ് ഇൻ പൈത്തൺ, നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ് 2022 കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ഐട്രേറ്റേഴ്സ്, ജനറേറ്റർ, ഡെക്കറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി നമ്മൾ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫോർമാറ്റ് ടൈപ്പ് നോക്കുവാണെങ്കിൽ അൽഗോരിതമാറ്റിക് ന്യൂമറിക്കൽ പ്രോബ്ലം, ടിപ്പിക്കലി ഒരു മാർക്ക് റേഞ്ച് വരുന്ന 5 to 10 മാർക്സിനാണ്. അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 6 to 10 ലൈൻസ് ലോജിക്, അത് ലോജിക് ബേസ്ഡ് ആയിട്ട്, ഓർ കോഡ് വരുവാണെങ്കിൽ ഒരു 15 to 20 ലൈൻസ് ഓഫ് കോഡ് അവിടെ കൊടുക്കണം. ഇനി ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ കൺസെപ്ഷണൽ ഡെഫിനിഷൻസ് വരും, അതൊരു 3 to 5 മാർക്സ് 80 to 100 വേർഡ്സിൽ എഴുതണം. ദെൻ പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യാനായിട്ട് ഒരു 8 to 10 മാർക്സിന് 15 to 25 ലൈൻസ് ഇൻക്ലൂഡിങ് കമാൻഡ്സും കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ദെൻ കമ്പാരിറ്റീവ് എക്സ്പ്ലനേറ്ററി എസ്സേ ക്വസ്റ്റ്യൻ 10 to 50 മാർക്സിന് ചോദിക്കാം, 200 to 250 വേർഡ്സിൽ അത് നമ്മൾ എഴുതണം. ഇനി കേസ് അല്ലെങ്കിൽ സെനാരിയോ ബേസ്ഡ് എമർജിങ് ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു 5 to 8 മാർക്സിന് സ്റ്റെപ്പ് വൈസ് റീസണിങ് അല്ലെങ്കിൽ കോഡ് ആവശ്യമുള്ളിടത്ത് കോഡും കൂടെ കൊടുത്തു വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ അൽഗോരിതമാറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം, അതിൽ ലോജിക്കൽ ഡിസൈന്, ഫ്ലോ ചാർട്ട്, അൽഗോരിതം ടു കോഡ് കൺവേർഷൻ, ടിപ്പിക്കലി 5 to 10 മാർക്സ് ആണ് കവർ ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. കോമൺ ഇൻ സി ഫണ്ടമെന്റൽസ്, അതിൽ നമുക്ക് ചോദിക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് ലൂപ്പ്, അറേസ്, ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പം സി ഫണ്ടമെന്റൽസ്, ഫോർ എക്സാമ്പിൾ ലൂപ്സ്, അറേസ്, റെക്കർഷൻ, ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ കൺസെപ്ഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 24 to 30%. ഡെഫിനിഷൻസ്, ഡിഫറൻസസ് ഒക്കെ ആയിരിക്കും, ടൈപ്പ് ഡെഫിനിഷൻ, ടൈപ്പ് കാസ്റ്റ്, ഇതിൻ്റെയൊക്കെ കമ്പയർ ചെയ്തൊക്കെ എഴുതാൻ ചോദിക്കാം. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു 3 to 5 മാർക്സിന് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാം. ദെൻ പ്രോഗ്രാം കോഡ് റൈറ്റിംഗ് 28 to 30%. പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ആണല്ലോ, അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിയുടെ കോഡ് അതുപോലെ പൈത്തൺ കോഡ് നമുക്ക് ചോദിക്കാം. 10 മാർക്ക് ക്വസ്റ്റ്യൻ, 20 to 25 ലൈൻസ്, ഫണ്ടമെന്റൽ കോഡ്സ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് എക്സ്പ്ലനേറ്ററി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 15 to 70 മാർക്സിന്. സ്ട്രക്ചേഴ്സ് വേഴ്സസ് യൂണിയൻ, സി വേഴ്സസ് പൈത്തൺ 200 to 250 വേർഡ്സിന്, ഓൾമോസ്റ്റ് 10 to 50 മാർക്സിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ്, സിലബസ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി 2022 തൊട്ട് 2025 വരെ നോക്കുവാണെങ്കിൽ ഒരു 18 മാർക്ക്, അതായത് 100ൽ ഒരു 18% അവിടുന്ന് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലോക്ക് 2 ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഇൻ സി, ഒരു ആവറേജ് 32 മാർക്സിന് 32% വെയിറ്റേജ്. ബ്ലോക്ക് 3 ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ 28 മാർക്ക്, 28% വെയിറ്റേജ്. ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇൻ പൈത്തൺ 22 മാർക്ക്, ഓൾമോസ്റ്റ് ഒരു 22%. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടൻ്റ് റെലവൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 1.
പാസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അൽഗറിതമാറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കറണ്ട് സെനാരിയോയിൽ കൂടി വരുന്നതായിട്ട് കാണാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ അതിൻ്റെ ഒരു ഒക്കറൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യാനുള്ളതും കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ് എക്സ്പ്ലനേറ്ററി എസ്സേ ക്വസ്റ്റ്യൻസ് അതിലൊരു ഹൈപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അൽഗോരിതമെറ്റിക് പ്രോബ്ലം ഒരു 7% അതിലൊരു റൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, കൺസെപ്ഷൻ ഷോർട്ട് നോട്ട്സ് ഇതിൽ പ്രാക്ടിക്കൽ കോഡൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുക. ദെൻ പൈത്തൺ ആപ്ലിക്കേഷൻ ടാസ്ക്, DB ഡേറ്റാബേസ് ആക്സസ്, ഫയൽ ഹാൻഡലിംഗ് ഈ ഏരിയയ്ക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ആൻഡ് ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. 3 hour എക്സാം ആണ്. 100 മാർക്ക് പേപ്പർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അല്ല അൽഗറിതമാറ്റിക് ന്യൂമറിക്കൽ പ്രോബ്ലം ഒരു 45 മിനിറ്റ്സോളം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, 3 questions ആയിരിക്കും വരിക 10 മാർക്ക് വെച്ചിട്ട്. ഇനി പ്രോഗ്രാം കോഡ് റൈറ്റിംഗ് 60 മിനിറ്റ്സ് ആയിരിക്കും. 2 question 10 മാർക്കിനായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുക. ഇനിയും ഷോർട്ട് ആൻസേഴ്സ് 30 മിനിറ്റ്സോളം വരും. അതിൽ 6 questions വരാം. നമുക്ക് ഒരു 5 മാർക്ക് കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഏരിയ. 6 questionസോളം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 questions ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം 10 മാർക്സ് വെച്ച്. ഇനി നമ്മളൊരു അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ്സ് ആണ് കമ്പാരിറ്റീവ് എസ്സേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഷോർട്ട് ആൻസേഴ്സിന് ഒരു 30 മിനിറ്റ്സ്, പ്രോഗ്രാമിംഗ് കോഡ് റൈറ്റിങ്ങിന് 60 മിനിറ്റ്സ്, അൽഗോരിതം അല്ലെങ്കിൽ ന്യൂമറിക്കലിന് ഒരു 45 മിനിറ്റ്സ്. ഇത്രയാണ് നമുക്ക് 3 hours നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഫൈനലി റിവിഷൻ റിവ്യൂവിന് വേണ്ടി ഒരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ ഇൻ സി വിത്ത് സ്യൂട്ടബിൾ കോഡ്. അപ്പിയറൻസ് കോഡ് 9 times ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് ഇൻ സി വിത്ത് എക്സാമ്പിൾസ്. അപ്പിയറൻസ് കോഡ് 9 times ആണ് വരുന്നത്. ഡ്രോ ഫ്ലോ ചാർട്ട് ആൻഡ് റൈറ്റ് അൽഗോരിതം ടു പ്രിന്റ് ഫിബിനോക്കി സീരീസ്. ഒരു പാസ് പേപ്പേഴ്സിൽ 8 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ജനറേറ്റേഴ്സ് ഇൻ പൈത്തൺ? കമ്പയർ ജനറേറ്റർ ആൻഡ് ലിസ്റ്റ് 8 times ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് a C program to check whether a string is palindrome or not. Appearance 7 times ആണ് പാസ് പേപ്പേഴ്സിൽ. ഡിസ്കസ് ടൈപ്പ് ഡെഫിനിഷൻ വേഴ്സസ് ടൈപ്പ് കാസ്റ്റ് ഇൻ C വിത്ത് എക്സാമ്പിൾ. പാസ് പേപ്പേഴ്സിൽ 7 times. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് recursions in C with example code 6 times ചോദിച്ചിട്ടുണ്ട്. What are iterators in Python? Differentiate between iteratable and iterator 6 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Write Python code for file handling. Read, write, append 6 times ഓളം ചോദിച്ചിട്ടുണ്ട്. What is Python? How does it work? Compare modules and packages 5 times ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം. സ്ട്രക്ചേഴ്സ് വേഴ്സസ് യൂണിയൻ ബ്ലോക്ക് 2 ആണ് കവർ ചെയ്യുന്നത്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് പാസ് പേപ്പേഴ്സിൽ 9 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ഒരു മാർക്ക് എന്ന് പറയുന്നത് 5 ആണ്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ബ്ലോക്ക് 2 ആണ്. ഫങ്ഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ അപ്പിയറൻസ് 9 ആണ്. ആവറേജ് 5 marks ആണ്. ദെൻ ഫിബിനോക്കി അൽഗോരിതം ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി എന്ന് വരുന്നതാണ്. അപ്പിയറൻസ് 8 ആണ്. ആവറേജ് 5 mark ആണ്. ജനറേറ്റേഴ്സ് ഇൻ പൈത്തൺ ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ അപ്പിയറൻസ് 8 ആണ്. ആവറേജ് 5 mark ആണ്. പാലിൻഡ്രോം പ്രോഗ്രാം ബ്ലോക്ക് 1 അറേസ് ആൻഡ് സ്ട്രിംഗ് എന്നാണ്. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് 5 mark ആണ്. ടൈപ്പ് ഡെഫിനേഷൻസ് വേഴ്സസ് ടൈപ്പ് കാസ്റ്റ് ബ്ലോക്ക് 2 ഫങ്ഷൻസ് എന്നാണ്. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് 5 mark ആണ്. ദെൻ റെക്കേഷൻ കോൺസെപ്റ്റ്സ് ബ്ലോക്ക് 2 ഫങ്ഷൻസ് ഇന്ന് അപ്പിയറൻസ് 6 ആണ്. ആവറേജ് 6 marks. ഐറ്ററേറ്റേഴ്സ് വേഴ്സസ് ഐറ്ററേറ്റബിൾസ് ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ എന്നാണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് മാർക്ക് 6 ആണ്. ആ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ ഫയൽ ഹാൻഡലിംഗ് പൈത്തൺ ബ്ലോക്ക് 3 പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് വരുന്നതാണ്. പാസ് പേപ്പർ 6 times ചോദിച്ചിട്ടുണ്ട്. ഒരു 8 ആവറേജ് മാർക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പൈത്തൺ അതുപോലെ മൊഡ്യൂൾ വേഴ്സസ് പാക്കേജസ് ബ്ലോക്ക് 3 പൈത്തൺ പ്രോഗ്രാമിംഗ് ഒരു പാസ്
ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് നമുക്ക് ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന് മോർ ഫോക്കസ് കൊടുത്തിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ആണെന്ന് നമുക്കറിയാം. അപ്പം പ്രോഗ്രാമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ വേണ്ടി. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാംസ് എഴുതി നോക്കുക. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും കൺട്രോൾ സ്ട്രക്ചേഴ്സും ഒക്കെ നമ്മൾ ഒന്ന് റെഫർ ചെയ്യണം നല്ല രീതിയിൽ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പം പാസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ള ഏരിയയുടെ ഒരു പൈ ചാർട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഷെയർ ഓഫ് ടോട്ടൽ എക്സാം പൂളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി യൂണിറ്റ് 1 നിന്നാണ് കവർ ചെയ്യുന്ന ടോപ്പിക് ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം. പ്രോബബിലിറ്റി 71.4 ആണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സി യൂണിറ്റ് 1 ആണ്. എറർ ടൈപ്പ്, സിൻടാക്സ്, സെമാൻറ്റിക്സ്, റൺ ടൈം 57.1%, ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 1 അറേസ് ആൻഡ് സ്ട്രിങ്സ് യൂണിറ്റ് 4 സ്ട്രിങ്, അറേ ടാസ്ക്, പാലിൻഡ്രോം, ലെങ്ത് ഓർ സ്ട്രിങ് ഫങ്ഷൻസ് 71.4 ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 ഫങ്ഷൻസ് യൂണിറ്റ് 5 കോൾ ബൈ വാല്യൂ വേഴ്സസ് കോൾ ബൈ റെഫറൻസ് 71.4% ഉള്ള ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 2 സ്ട്രക്ചേഴ്സ് യൂണിയൻ യൂണിറ്റ് 6 കവർ ചെയ്യുന്നതാണ്. സ്ട്രക്ചർ വേഴ്സസ് യൂണിയൻ വിത്ത് കോഡ് നമുക്ക് എഴുതാൻ വേണ്ടി വരും. 71.4 ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 2 പോയിന്റേഴ്സ് യൂണിറ്റ് 7 അത് കവർ ചെയ്യുന്നത്. അതിൽ പോയിന്റേഴ്സ്, അറേ, റിലേഷൻഷിപ്പ് 42.9 ആ ഒരു ആവറേജിൽ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സി യൂണിറ്റ് 8 കവർ ചെയ്യുന്നു. സീക്വൻഷ്യൽ വേഴ്സസ് റാൻഡം ആക്സസ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 ഫങ്ഷൻസ് യൂണിറ്റ് 5 കവർ ചെയ്യുന്നു. സ്റ്റോറേജ് ക്ലാസ്സസ്, ഓട്ടോ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ, രജിസ്റ്റേഴ്സ്, ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3 പൈത്തൺ പ്രോഗ്രാമിംഗ് യൂണിറ്റ് 11 കവർ ചെയ്യുന്നത്. 57.1 അത്രയും ഒരു ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 3 മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് യൂണിറ്റ് 12 കവർ ചെയ്യുന്നത്. പാക്കേജ്, മൊഡ്യൂൾ ക്രിയേഷൻസ് ആൻഡ് യൂസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ യൂണിറ്റ് 15 കവർ ചെയ്യുന്ന ജനറേറ്റേഴ്സ് വേഴ്സസ് ലിസ്റ്റ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ യൂണിറ്റ് 15 ഐട്രേറ്റേഴ്സ് വേഴ്സസ് ഐട്രേറ്റബിൾസ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 4 അഡ്വാൻസ്ഡ് പൈത്തൺ യൂണിറ്റ് 15 അതിൽ ഡീകോഡേഴ്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് യൂട്ടിലിറ്റി മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 4 ഊപ്സ് ഇൻ പൈത്തൺ അതിൽ മെത്തേഡ് ഓവർലോഡിംഗ് വേഴ്സസ് മെത്തേഡ് ഓവർ റൈഡിംഗ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ ബ്ലോക്ക് 4 ഡേറ്റ ആക്സസ് യൂണിറ്റ് 16 ഡേറ്റാബേസ് കണക്ടിവിറ്റി, MySQL കണക്ടേഴ്സ്, ക്രിയേറ്റ് ഡേറ്റാബേസ് ടേബിൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഹൈ അല്ലെങ്കിൽ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പിയറൻസ് ഇൻ 5 ഓഫ് അറ്റ്ലീസ്റ്റ് 7 പേപ്പേഴ്സ് 7 പേപ്പേഴ്സ് എടുക്കുന്നതിൽ 5 ടൈംസ് എങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എറർ ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് 7 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സ്ട്രിങ് ഓർ അറേ കോഡിംഗ് ടാസ്ക് ആ ഏരിയ, പാലിൻഡ്രോം ആകാം, ആ ഊപ്സ് കോൺസെപ്റ്റ്സ് ആ ഏരിയയിൽ നിന്ന് 7 ഒരു 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് 7 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. തിയറിയും കോഡും. സ്ട്രക്ചർ, യൂണിയൻ, കമ്പാരിസൺ 7 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പോയിന്റർ, അറേ, ലിങ്കേജ്, ആസ്ക്ഡ് ഇൻ 7 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 5 to 10 മാർക്സിന്.
സീക്വൻഷ്യൽ വേഴ്സസ് റാൻഡം ആക്സസ് 7ൽ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പൈത്തൺ ഫയൽസ് റീഡ് റൈറ്റ് അപ്പൻഡ് 7ൽ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പാക്കേജ് മൊഡ്യൂൾസ് ക്രിയേഷൻസ് 7ൽ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ജനറേറ്റർ കോൺസെപ്റ്റ്സ് ആ ഏരിയയിൽ നിന്ന് 4ൽ 7 ടൈംസ്. കോൺട്രാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഐട്രേറ്റേഴ്സ് വേഴ്സസ് ഐട്രേറ്റബിൾ കോൺസെപ്റ്റ് ബേസ്ഡ് 7ൽ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡെക്കറേറ്റേഴ്സ് ഫീച്ചേഴ്സ് 7ൽ 3 ടൈംസ് ഷോർട്ട് നോട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ഓവർലോഡിങ് ഓവർ റൈഡിങ് അതിൽ 7 ടൈംസിൽ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡേറ്റാബേസ് കണക്ടേഴ്സ് ഡേറ്റ ക്രിയേറ്റ് DB ടേബിൾ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് 7ൽ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഫ്ലോ ചാർട്ട്, അൽഗോരിതം, സ്ട്രിംഗ് ഓർ അറേ, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, സ്ട്രക്ചേഴ്സ് വേഴ്സസ് യൂണിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എറർ. അതിൽ എറേഴ്സിനെ പറ്റി പോയിന്റേഴ്സ് അറേ, സി ഫയൽ ആക്സസ്, പൈത്തൺ ഫയൽ ഹാൻഡിലിംഗ്, മൊഡ്യൂൾ പാക്കേജസ്, ജനറേറ്റേഴ്സ്, ഐട്രേറ്റേഴ്സ്, ഡെക്കറേറ്റേഴ്സ്, ഊപ്സ്, ഓവർലോഡിങ് ഓവർ റൈഡിങ്, ഡേറ്റാബേസ് കണക്ടിവിറ്റി ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ടൈംലി മാനറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഇനി ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് സ്റ്റോറേജ് ക്ലാസ്സസ് ആ ഒരു ഏരിയയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്തിട്ട് വേണം പോകാൻ. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 3 hour ആണ്. Question number 1 is compulsory. Attempt any 3 questions from the remaining one. Question number 1 compulsory. അതിൽ നമുക്ക് 40 marks ആണ് ടോട്ടൽ കവർ ചെയ്യുന്നത്. ഓരോന്നിനും 5 മാർക്ക് വെച്ച്. എ പാർട്ടിൽ ഫ്ലോ ചാർട്ട് പ്ലസ് അൽഗോരിതം, LCM via GCD. Draw a flow chart and write an algorithm to compute the least common multiple of 2 positive integers using Euclid's method. Handle the zero case explicitly. ഇനി ബി പാർട്ടിൽ സ്ട്രക്ചേഴ്സ് വേഴ്സസ് യൂണിയൻ അതിൽ മെമ്മറി റീസണിങ് വെച്ചിട്ട് വിത്ത് ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കംപ്ലേബിൾ സിപ്നെറ്റ്. ഡിഫൈൻ സ്ട്രക്ട് ആൻഡ് യൂണിയൻ. സ്ട്രക്ട് യൂണിയനെ പറ്റിയിട്ടാണ്. ഹോൾഡിംഗ് ദ സെയിം മെമ്പേഴ്സ്, പ്രിന്റ് സൈസ് ഓഫ് ഈച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഒബ്സർവ്ഡ് size difference. 5 mark question. Next one C എന്നുള്ളതാണ്. Call semantics. Convert a function that swap 2 integer using call by value to a pointer based version. Explain in 2 to 3 lines how the observable behavior change. 5 mark question. D partler string. Write a function int is clean pal. അതിൽ ഫംഗ്ഷൻ ആയിട്ട് constructors, that is character into S, that ignore case and non-alphabetic characters while checking for palindrome. Outline the algorithm, then code. ഇനി ഈ പാർട്ടിൽ പൈത്തൺ ഐട്രേറ്റബിൾ വേഴ്സസ് ഐട്രേറ്റേഴ്സ്. Differentiate the two. Implement a minimal custom iterator that yield the first n squares using it and next. 5 mark question. Python generator. F പാർട്ടിൽ റൈറ്റ് ജനറേറ്ററിന്റെ നെയിം തന്നിട്ടുണ്ട്. റീഡ് അണ്ടർസ്കോർ ചങ്ക്സ്. അതിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്തേക്കുന്ന പാത്ത് കോമ കെ. ദാറ്റ് yield ഫയൽ ഡേറ്റ ഇൻ ചങ്ക്സ് ഓഫ് സൈസ് കെ ഇൻ 1 line. State why a generator is preferable here. G പാർട്ടിൽ Python package or module. Show the steps to create a package text tools with the submodule clean.py exposing function slickify. Demonstrate importing and using it. H partial error classes with the tiny code fragment. Illustrate syntax, semantics, runtime and logical error. 1 example each. Any question number 2, question 20 marks. A പാർട്ടിൽ C pointers arrays in place transformation. 10 mark question ആണ്. Write a function void rotate 90 of int
into A, comma, int n, that rotate an n by n matrix row major, comma, contiguous by 90% clockwise in place using pointer arithmetic, analyze time and auxiliary space. B part Python data access with the MySQL 10 mark question. Using MySQL.connector, create a database, exam DB and table scores, name varchar of 30, mark int, insert 3 rows with the parameterized queries and display row with the mark greater than or equal to 60, include minimal exception handling and connection cleanup. Question number 320 mark A part file handling and positioning. 10 mark question, program to split a text file input.txt into hold.txt and even.txt based on line number. Then print the last 50 byte of input.txt using fseek/ftal. Briefly justify your use of file positioning function. B part modules and reuse. Create a package series with the module fibo.py, generate g_fibo of n and prime.py. Function is of limit, returning a list. Write a driver script that import both print first n Fibonacci number and all prime is less than or equal to n, taking n comma m from command line arguments. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 420 മാർക്കാണ്. എ പാർട്ടിൽ സിയിലെ സ്ട്രക്ചേഴ്സ് ഫങ്ഷൻസ് ആൻഡ് സോർട്ടിങ് ആ ഏരിയയിൽ ഡിഫൈൻ ടൈപ്പ് ഡെഫിനിഷൻ ഓഫ് സ്ട്രക്ചർ, അതിൽ ക്യാരക്ടർ റോൾ നമ്പർ ഓഫ് 12 സെമിക്കോളൻ, ക്യാരക്ടർ നെയിം ഓഫ് 32 സെമിക്കോളൻ, ഫ്ലോട്ട് മാർക്ക് ഓഫ് 3 സെമിക്കോളൻ. ദെൻ സ്റ്റുഡൻറ് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഫങ്ഷൻ ടു കമ്പ്യൂട്ട് ആവറേജ് റീഡ് ആൻഡ് array of students and stable sort by name using a comparator with the pointer, show sample input output format. In B part Python oops plus decorators, create a base class account with the balance and method, interest of, derive, saving, overloading, interest of, example, tired rate. Implement a decorator audit that logs function name and return value for any method it wrap, demonstrate on, deposit of and withdraw of. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 520 മാർക്കാണ്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോന്നിനും 4 മാർക്ക് വീതമാണ് കവർ ചെയ്യുന്നത്. സ്റ്റോറേജ് ക്ലാസ്സസ് ഇൻ സി, അതിൽ സ്കോപ്പ്, ലൈഫ് ടൈം 1 example each. Second one, array of pointers, അതിൽ use case, sample ആ ഏരിയയിൽ നോക്ക്. തേർഡ് വൺ, ബഫേർഡ് വേഴ്സസ് അൺബഫേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ സി, പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ്. ഫോർത്ത് വൺ, ലാംഡ ഫങ്ഷൻസ് ഇൻ പൈത്തൺ. ഫിഫ്ത്ത് വൺ, ഡെക്കറേറ്റേഴ്സ് വേഴ്സസ് കോണ്ടെക്സ്റ്റ് മാനേജേഴ്സ്. ദെൻ സിക്സ്ത് വൺ, iterator Python in iterator protocol in Python. Then map of versus list comprehension. Then next one, exception hierarchy in Python. ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരുന്ന ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഒരു റിയൽ എക്സാം സെനാരിയോ 3 hour എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, all the very best for your exams. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.